നമസ്കാരം. ആഗോള എണ്ണ വിതരണത്തിൽ ഏറ്റവും നിർണായകമാണ് ഹോർമൂസ് കടലിടുക്ക്. യുഎസും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതിനു പിന്നാലെ ഹോർമൂസിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ പ്രതിസന്ധിയാണ് ഇത് ലോകത്തിന് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിന്റെ ദുരിതം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണവില റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിച്ചുയർന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ലോകം. 48 മണിക്കൂറിൽ ഹോർമൂസ് പൂർണ്ണമായും തുറക്കണമെന്ന അന്ത്യശാസനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകി കഴിഞ്ഞു. എന്നാൽ ഈ അന്ത്യശാസനം ഇറാൻ തള്ളിയെന്ന് മാത്രമല്ല, ഹോർമൂസ് അടച്ചിട്ടില്ലെന്നും മറുപടി നൽകി. യുഎസിന്റെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് മാത്രമാണ് ഹോർമൂസിൽ വിലക്കുള്ളതെന്നും മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ കടന്നു പോകുന്നതിന് വിലക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടെ മറ്റൊരു പ്രഖ്യാപനവുമായി ട്രംപ് എത്തി. ഹോർമൂസിനെ യുഎസും ഇറാനും സംയുക്തമായി നിയന്ത്രിക്കുമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നാൽ അതിന്റെ നിയന്ത്രണം ആർക്കായിരിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ട്രംപിന്റെ മറുപടി. താനും ആരാണോ ഇറാന്റെ അടുത്ത ആയത്തുള്ള ഞങ്ങൾ ചേർന്നായിരിക്കും ഹോർമൂസ് നിയന്ത്രിക്കുക. ട്രംപ് മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകിയത് ഇങ്ങനെ: ട്രംപിന്റെ പ്ലാൻ നടക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇറാന്റെ തുറപ്പുചീട്ടാണ് ഹോർമൂസ് കടലിടുക്ക്. സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകളെ മാത്രമോ ഹോർമൂസിലൂടെ കടന്നു പോകാൻ ഇറാൻ അനുവദിക്കുന്നുള്ളൂ. ഹോർമൂസ് കടക്കാൻ കപ്പലുകളിൽ നിന്ന് ഇറാൻ പണം ഈടാക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ ആവശ്യത്തിൽ രാജ്യങ്ങൾ വഴങ്ങുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഹോർമൂസിനെ ചുറ്റിപ്പറ്റിയാണ് നീങ്ങുന്നത്. ഹോർമൂസിന്റെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായും IRGCക്കാണ്. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് ഹോർമൂസിൽ നിയന്ത്രണങ്ങളില്ലെന്നാണ് ഇറാൻ പറയുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങളെ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. കപ്പലുകളിൽ നിന്ന് $20 ലക്ഷം ഇറാൻ ഈടാക്കിയെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ദിവസവും 130 കപ്പലുകളാണ് ഹോർമൂസ് വഴി കടന്നു പോകുന്നത്. ഓരോ കപ്പലിൽ നിന്നും $20 ലക്ഷം ഈടാക്കിയാൽ ഇറാന് ലഭിക്കുന്നത് വലിയൊരു സമ്പത്താണ്. ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ദിവസവും 130ഓളം കപ്പലുകൾ കടന്നു പോയിരുന്നതിന്റെ സ്ഥാനത്ത് യുദ്ധം തുടങ്ങിയ ശേഷം 24 ദിവസം കൊണ്ട് കടന്നുപോയത് 100 കപ്പലുകളാണ്. അതാണ് വ്യത്യാസം. ഓരോ ദിവസവും ശരാശരി 4-5 കപ്പലുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ പുതിയൊരു പ്രോട്ടോകോൾ കൊണ്ടുവരുമെന്നാണ് ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ കപ്പലുകൾ കടന്നു പോകാൻ ഇറാൻ പണം ആവശ്യപ്പെടുമോ? ഇന്ത്യയോട് സഹായങ്ങൾ ആവശ്യപ്പെട്ടേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഉദാഹരണത്തിന് ഇറാൻ മരുന്നുകൾ വേണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലകപ്പെട്ട ഇറാന്റെ കപ്പലിലെ നാവികരെ തിരിച്ചയക്കണമെന്ന സഹായം ഇന്ത്യയോട് ഇറാൻ അഭ്യർത്ഥിച്ചിരുന്നു. നാവികരെ തിരിച്ചയച്ചതിന് പിന്നാലെ ഇറാൻ ഇന്ത്യയുടെ കപ്പലിനെ ഹോർമൂസിലൂടെ കടന്നു പോകാൻ അനുവദിച്ചിരുന്നു. ഇത്തരത്തിലുള്ള സഹായങ്ങൾ കപ്പൽ കടന്നു പോകുന്നതിന് പകരമായി ഇറാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടേക്കാമെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഇറാന്റെ ഈ ഒരു വിലപേശൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. എന്നാൽ അന്തർദേശീയ സമുദ്ര നിയമത്തിൽ ഇറാൻ ഒപ്പുവച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാന് നിയമം ബാധകമല്ലെന്നും വാദം ഉയരുന്നുണ്ട്. എന്തായാലും ഇറാന്റെ തുറപ്പുചീട്ടാണ് ഹോർമൂസ്. ഈ കടലിടുക്കിനെ വെച്ച് ഇറാൻ വിലപേശു. ഏറ്റവും ഒടുവിൽ ഹോർമൂസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ മൈനുകൾ വാരി വിതറുമെന്ന ഭീഷണിയും ഇറാൻ മുഴക്കിയിട്ടുണ്ട്.